ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരുമായി ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറമുള്ള അടുത്ത ബന്ധമെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലീമ സുൽത്താന. തസ്ലീമ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശ്രീനാഥിനും ഷൈനിനും ഈ ആഴ്ച തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻപ് അറസ്റ്റിലായതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച തസ്ലീമ 5 ദിവസം തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തെ അറിയിച്ചു. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, കഴിഞ്ഞ ദിവസം തസ്ലീമ പോലീസിനോട് പറഞ്ഞത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായി നല്ല സൗഹൃദമാണ്, ലഹരി ഇടപാടുകൾ ഇല്ല എന്നാണ്. ഈ 2ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്നും എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? ഇനിയൊരു പക്ഷേ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇവർ കസ്റ്റഡിയിൽ ഉള്ള കാലയളവിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, അതോ ഈ ചോദ്യം ചെയ്യൽ തസ്ലീമയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കുമോ അത്തരം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ? ടോമി, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ പ്രതികളെ എക്സൈസ് സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിനുശേഷം ഇന്നാണ് ചോദ്യം ചെയ്യലിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എക്സൈസ് കടക്കുക. തസ്ലീമയും ഒപ്പം തന്നെ സുൽത്താൻ, ഫിറോസ്, ഈ 3 പേരെയും വ്യത്യസ്തരായി ഇരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. വൈകിട്ടോടെ ഇവരെ ഒന്നിച്ചിരുത്തി ഇവർ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യലിനാണ് എക്സൈസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് തസ്ലീമ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആ മൊഴികളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സൗഹൃദം മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഉള്ള തെളിവുകൾ ഇവരുടെ ഫോണിൽ നിന്ന്, അതായത് വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള രേഖകളിൽ നിന്ന് എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരി വിൽപ്പനയ്ക്ക് ഒരു കാരിയറായി നിന്നു എന്നതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് അവർ സ്ഥിരീകരിക്കുന്നത്. പെൺവാണിഭ സംഘങ്ങളും ഒക്കെയായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ചലച്ചിത്ര താരങ്ങളുമായി ഉള്ള മൊഴി ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാഥ് ഭാസിക്കും ഒപ്പം ഷൈൻ ടോം ചാക്കോയ്ക്കും ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകി എക്സൈസ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവർക്ക് നോട്ടീസ് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ 24 വരെയാണ് തസ്ലീമയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ദിവസം കൂടി ചോദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എക്സൈസ് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാകും എന്നുള്ളതാണ് എക്സൈസിന്റെ ഒരു കണക്കുകൂട്ടൽ. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തസ്ലീമ പങ്കുവച്ചിട്ടുണ്ട്. 2017 ഇവര് ഡൽഹിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ തന്നെ തിഹാർ ജയിലിൽ ഇവർ കിടന്നിരുന്നു എന്നുള്ള വിവരവും ഇവര് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഇത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൊക്കെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 6 കിലോ കഞ്ചാവ് ഇവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ശരണ്യ, ഒരു നടന് പെൺകുട്ടിയെ ഈ തസ്ലീമ എത്തിച്ചു നൽകിയതായിട്ടുള്ള വിവരങ്ങൾ, അതായത് അതിൻ്റെതായ വിലപേശലിൻ്റെ വിവരങ്ങളൊക്കെ ഈ തസ്ലീമയുടെ ഫോണിൽ നിന്നും എക്സൈസിന് ലഭ്യമായിട്ടുണ്ടല്ലോ. നിലവിൽ ഈ ലഹരി കേസ് മാത്രമാണോ എക്സൈസ് പരിശോധിക്കുന്നത്? അതിനപ്പുറം നേരത്തെ ശരണി സൂചിപ്പിച്ചതുപോലെ സെക്സ് റാക്കറ്റുമായി ഈ തസ്ലീമയുടെ ബന്ധം, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതിലേക്കൊക്കെ അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ ലഹരി ഇടപാടിൻ്റെ മറവിൽ ഈ സെക്സ് റാക്കറ്റ് സംഘങ്ങളുമായി തസ്ലീമ ബന്ധപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല. ഈ രീതിയിലുള്ള എല്ലാ ഇടപാടുകൾക്കും ഇവർ അതിന്റെ ഇടനിലക്കാരിയായി നിന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല, ലഹരി നൽകുക മാത്രമല്ല, അത്തരത്തിൽ ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കും അവർ നിന്നിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഈ സുൽത്താന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് 100ഓളം പേരെ ഇയാൾ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ മലേഷ്യയിലുള്ള സ്ത്രീ സുഹൃത്ത് വഴിയാണ് സ്വർണം, ഈ ഹൈബ്രിഡ് കഞ്ചാവും അടക്കം ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള വിവരവും ഒക്കെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിനകത്ത് പരമാവധി വിവരങ്ങൾ തേടിയതിനു ശേഷം മാത്രം ഇവരെ കസ്റ്റഡിയിൽ എടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 19 ദിവസം കഴിഞ്ഞാണ് അറസ്റ്റിലായി റിമാൻഡിലായി 19 ദിവസം കഴിഞ്ഞാണ് ഇവരെ കസ്റ്റഡിയിലേക്ക്
വാങ്ങിയത്. ആ ഒരു സംഭവത്തിന് ശേഷം ആണ് ഇപ്പോൾ വിശദമായ അത്തരം കാര്യങ്ങൾ തേടിയതിനു ശേഷമാണ് അന്വേഷണ സംഘം തന്നെ ഒരു അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യൽ ഇവരുടെ ഫോണിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വളരെ നിർണായകമാണ്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മോഡലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനകത്ത് ഇത്തരത്തിൽ വിലപേശുന്ന അടക്കമുള്ള ചാറ്റുകൾ ലഭ്യമായിരുന്നു. ഒപ്പം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതടക്കം റിക്കവർ ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും അവരെ നോട്ടീസ് നൽകുമെന്നുള്ളത് തന്നെയാണ്. ചോദ്യം ചെയ്യലിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. കേട്ടോ ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് പ്രതി തസ്ലീമ സുൽത്താനെ എക്സൈസ് ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതിന് ശേഷം ഇവരുടെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയിലേക്കും ശ്രീനാഥ് ഭാസിയിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇവരുടെയും ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് ശരണ്യ സ്നേഹജൻ റിപ്പോർട്ട് ചെയ്യുന്നത്.